എന്തൊരു മനോഹരമായ സ്ഥലം. നീലാകാശത്തിന് താഴെ നദികൾക്ക് മീതെ പറന്നു കളിക്കുന്ന ഈ പക്ഷികളുടെ പാട്ട് എൻ്റെ ഹൃദയം കീഴടക്കുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജിയാണ്. മനസ്സ് കീഴടക്കുന്ന പൂക്കളുടെ സുഗന്ധം, ഇലകൾക്കിടയിലൂടെ തെന്നിമാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന പടിഞ്ഞാറ് നിന്നുള്ള ഇളം കാറ്റ്, ഈ തെളിഞ്ഞ പ്രകൃതി രമണീയമായ സ്ഥലം എന്നെ പ്രകൃതിയോട് വല്ലാതെ അടുപ്പിക്കുന്നു. ഞാനിവിടെ സ്ഥിരം സന്ദർശകനാണ്. എല്ലാ ദിവസവും എനിക്കിവിടെ വരാൻ കഴിയണമേ എന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. കാറ്റ് കടന്നു പോകുന്നത് പോലെ എൻ്റെ ജീവിതം ഇവിടെ ഇരുന്ന് എൻ്റെ കണ്ണിൽ കൂടി ഞാൻ വീക്ഷിക്കുകയാണ്. ഒരു പരിധിവരെ അത് നേരെയുള്ള ജീവിതമായിരുന്നു. വലിയ സംഭവബഹുലമായ മുഹൂർത്തങ്ങളില്ല. ഇടയ്ക്ക് സന്തോഷം തരും, ഇടയ്ക്ക് സങ്കടവും. എൻ്റെ പഴയ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ 3 വലിയ കാര്യങ്ങൾ ഓർക്കുന്നു. വൈകി മനസ്സിലാക്കിയ 3 വേദനയുള്ള കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കുന്ന സമയം മുഴുവൻ സമയവും പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഉറ്റ ചങ്ങാതികളെ മറന്നു. എന്നെ സ്നേഹിച്ചിരുന്ന എൻ്റെ ഉറ്റ ചങ്ങാതികളെ. കാലങ്ങൾ കഴിയുന്തോറും ആ ബന്ധം മരവിച്ചുകൊണ്ടിരുന്നു. അവസാനം ഞാൻ അവരെ എൻ്റെ ഓർമ്മകളിൽ നിന്ന് തന്നെ മായ്ച്ചു കളഞ്ഞു. ഹലോ, ആരാണ്? ഓ യെസ്, ജോർജിനെ എനിക്കറിയാം. അവനെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അവനെന്ത് പറ്റി? ഓ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണോ? എനിക്ക് വരാൻ കഴിയില്ലടാ, എക്സാമാണ്, കുറച്ച് പഠിക്കാനുണ്ട്. ഓക്കേടാ, ഓക്കെ, കാണാം, ബൈ. രണ്ടാമത്തെ കാര്യം, ബിസിനസ്സിൽ ഞാൻ വിജയിച്ചു. ആവശ്യത്തിലേറെ പണം എൻ്റെ കയ്യിൽ വന്നു. എൻ്റെ സമയം മുഴുവൻ എൻ്റെ സഹപ്രവർത്തകരുടെ കൂടെ ചെലവാക്കി. കുടുംബത്തിനു വേണ്ടി കളയാൻ എൻ്റെ കയ്യിൽ സമയമുണ്ടായിരുന്നില്ല. ശരിക്കുള്ള ജീവിതം എന്താണെന്ന് ഞാൻ ആലോചിച്ചില്ല. പണത്തെ മാത്രം സ്നേഹിച്ചു. എൻ്റെ മകന് ഞാൻ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുത്തു. പക്ഷേ അവനു വേണ്ടി എൻ്റെ സമയം ഞാൻ ചെലവഴിച്ചില്ല. അപ്പോഴെല്ലാം വേറെ രീതിയിൽ ഞാൻ സന്തോഷവാനായിരുന്നു. ദി സക്സസ്ഫുൾ മാൻ ഇൻ ദി ബിസിനസ്. ഹലോ, ഡിഡ് യു സെൽ ഇറ്റ്? ഇല്ലേ? വാട്ട്സ് ഹാപ്പനിങ് ദേർ? അത് എത്രയും പെട്ടെന്ന് സെൽ ചെയ്. ഡോണ്ട് കീപ് ദം. അറിയാലോ, മാർക്കറ്റ് ആകെ ഡൗൺ ആണ്. ദ പ്രൈസ് ആർ ഗോയിങ് ഡൗൺ. സോ ഗെറ്റ് റിഡ് ഓഫ് ദം. ഓക്കെ? ഹലോ, മോൻ എന്തെടുക്കുക? ഓക്കെ, മിടുക്കൻ. പിന്നെ പപ്പയ്ക്ക് ഇന്ന് ടൈം കിട്ടില്ല കേട്ടോ. ഒരു ചെറിയ പ്രശ്നം. നമുക്ക് വേറെ ദിവസം ഔട്ടിങ്ങിന് പോയാലോ? ശരിയാണ്, പക്ഷേ പപ്പ ഇത്തിരി ബിസിയാടാ. കുറച്ച് വർക്ക്സ് ഉണ്ട്. പപ്പ നെക്സ്റ്റ് വീക്ക് എന്തായാലും കൊണ്ടുപോകാം. അപ്പോൾ ശരി മോനെ, പപ്പ പിന്നെ വിളിക്കാം. ബായ്. ഒരു കാർ ആക്സിഡൻറ്റ്. എനിക്ക് നഷ്ടമായത് എൻ്റെ കുടുംബത്തെയാണ്. നമുക്ക് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ ഈ ലോകത്ത് ആരെങ്കിലും ഇല്ലെങ്കിൽ അത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. ആ വേദന മാത്രമാണ് ഇന്നെൻ്റെ ഒരേ ഒരു കൂട്ടുകാരൻ. ഇന്ന് നല്ല തെളിച്ചുള്ള ദിവസമാണ് സാർ. നാളെ ചിലപ്പോൾ നല്ലൊരു മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്നിനി മഴവില്ല് കാണാൻ പറ്റും തോന്നണില്ല. നമുക്ക് വീട്ടിലേക്ക് പോകാല്ലേ സാർ? മൂന്നാമത്തേതും അവസാനത്തേതുമായ കാര്യം, എനിക്ക് മഴവില്ല് കാണാൻ കഴിഞ്ഞില്ല. ഇനി ഒരിക്കലും കാണാൻ കഴിയുകയുമില്ല.
ഹലോ മോനെ, പപ്പയോട് ദേഷ്യമാണോടാ? പപ്പ പെട്ടെന്ന് വരാട്ടോ, നമുക്കൊന്ന് ചുറ്റി കറങ്ങിയിട്ടൊക്കെ വരാം. ഓക്കേ.